ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആസിഡ് ബേസിസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആസിഡ്സിനെ പറ്റിയാണ് നോക്കുന്നത്. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ആസിഡ്സിനെ പറ്റി നോക്കാം. നമ്മൾ ഓറഞ്ച് അതേകണക്ക് തന്നെ ലെമൺ തുടങ്ങിയ ഫ്രൂട്ട്സൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനൊരു പുളിപ്പ് രസമാണുള്ളത്, അല്ലേ? പുളിയാണുള്ളത്. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറഞ്ച് അതേകണക്ക് തന്നെ ലെമൺ ഇതൊക്കെ സിട്രസ് ഫ്രൂട്ട്സ് ആണ്. ഈ സിട്രസ് ഫ്രൂട്ട്സിൽ എന്താണ് ആസിഡ്സ്, സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലെമൺ കഴിക്കുമ്പോഴും അതേ കണക്ക് തന്നെ എന്താണ് ഓറഞ്ച് കഴിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു പുളി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ പുളി ഫീലിംഗ്, ആ സോർ ടേസ്റ്റിന് റീസൺ ആവുന്നത് എന്താണ്? അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള സിട്രിക് ആസിഡാണ്. അത് കണക്ക് തന്നെ ടാമറിൻറ്റിനും എന്തൊരു ടേസ്റ്റാണുള്ളത്? ഒരു പുളിപ്പ് രസമാണുള്ളത്, അല്ലേ? അപ്പം ഈ ടാമറിൻറ്റിൻ്റെ പുളിപ്പ് രസത്തിന് കാരണമാകുന്നത് എന്താണ്? ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആസിഡാണ് എന്തിൻ്റെ പുളിരസത്തിന് കാരണമാകുന്നത്? ടാമറിൻറ്റിൻ്റെ പുളിരസത്തിന് കാരണമാകുന്നത്. ഈ ടാമറിൻറ്റ് അതേ കണക്ക് തന്നെ ഗ്രേപ്സ് അങ്ങനെയുള്ള ഫ്രൂട്ട്സിലെല്ലാം എന്താണ് ടാർട്ടാറിക് ആസിഡിൻ്റെ പ്രസൻസ് ആണ് എന്ത് കൊടുക്കുന്നത്? ആ സോർ ടേസ്റ്റ്, പുളിരസം കൊടുക്കുന്നത്. അതേ കണക്ക് തന്നെ നമ്മൾ തക്കാളി, വെജിറ്റബിൾ ആയിട്ടുള്ള തക്കാളി എടുത്തു കഴിഞ്ഞാൽ തക്കാളിക്കകത്തും എന്താണ് നമുക്കൊരു പുളിരസമാണുള്ളത്, അല്ലേ? അപ്പം ഈ തക്കാളിയുടെ പുളിരസത്തിനും കാരണം എന്താണ്? ഇതിനകത്ത് ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഓക്സാലിക് ആസിഡിൻ്റെ പ്രസൻസ് ആണ് എന്തിന് കാരണമാകുന്നത്? തക്കാളിയുടെ പുളിരസത്തിന് കാരണമാകുന്നത്. അതേ കണക്ക് തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ്, അല്ലേ? നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്? ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ പുളിച്ച് നമ്മുടെ വായിലോട്ട് വരില്ലേ, വിശന്നിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ. അപ്പം വരുന്ന ആ ഒരു ഇതിന് നമുക്ക് പുളി രസമാണ് ഫീൽ ചെയ്യുന്നത്, അല്ലേ? ഈ ഗ്യാസ്ട്രിക് ജ്യൂസിന് ഒരു പുളി രസമാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റീസൺ എന്താണ്? അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് പുളി രസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും എന്താണ്? ഒരു പുളിപ്പ് രസമാണുള്ളത്. ആ പുളിപ്പ് രസത്തിന് കാരണമാകുന്നത് ആരാണ്? ആസിഡ്സ് ആണ്. മീൻസ് ആസിഡ്സിന് എന്ത് ടേസ്റ്റ് ആണുള്ളത്? ഒരു സോർ ടേസ്റ്റ്, ഒരു പുളി രസമാണ് അതിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാറ്റിനിൽ അസിഡസ് എന്ന് പറഞ്ഞൊരു വാക്ക് മീൻ ചെയ്യുന്നത് സോർ, ഓക്കെ, പുളി എന്നുള്ളൊരു മീനിങ് ആണ്. ആ അസിഡസ് എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ് എന്ത് വേർഡ് ഫോം ചെയ്തത്? ആസിഡ് എന്ന് പറയുന്നൊരു ടേം ഫോം ചെയ്തു. അതായത് പുളിയുള്ളത് എന്നാണ് ആസിഡ് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പം എല്ലാ ആസിഡ്സിനും എന്ത് ടേസ്റ്റാണുള്ളത്? ഒരു സോർ ടേസ്റ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ആസിഡ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. കമ്പൽസറിലി ഒരു ഹൈഡ്രജൻ ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? ആസിഡ്സ് ആർ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ വൺ ഓർ മോർ ഹൈഡ്രജൻ ആറ്റം and when dissolved in water produce hydronium ion H3O plus as the only positively charged ion in that solution. അതായത് കമ്പൽസറിലി ഹൈഡ്രജൻ ആറ്റം പ്രസൻ്റ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ആറ്റം എങ്കിലും വേണം. അങ്ങനത്തെ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? H3O പ്ലസ് ഹൈഡ്രോണിയം അയോണിനെ എന്ത് ചെയ്യും? അതിനകത്തുള്ള ഒരേ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം, HCl. ഓക്കെ, ഈ HCl എടുത്തു കഴിഞ്ഞാൽ HCl എന്ത് ചെയ്യും? നമ്മളിതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നോർമലി എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചായിരുന്നു, ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് അയണൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? HCl H+ഉം Cl- മൈനസുമായിട്ട് മാറും, അല്ലേ? അപ്പം H+ ഫോം ചെയ്തു, Cl- ഫോം ചെയ്തു. അപ്പം ഈ ഫോം ചെയ്യുന്ന H+ എന്ത് ചെയ്യും? വാട്ടർ H2O ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ H2O ആയിട്ട് H+ കമ്പൈൻ ചെയ്തിട്ട് ഇത് എന്തായിട്ട് മാറും? H3O പ്ലസ് ആയിട്ട് മാറും. H3O പ്ലസ് ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പം H3O പ്ലസും Cl- അതേ കണക്ക് നിൽക്കും. ഓക്കെ, Cl- ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോണിയം അയോൺ H3O പ്ലസ് മാത്രമാണ് ഒരേ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ വൺ ഓർ മോർ ഹൈഡ്രജൻ ആറ്റം ആൻഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ പ്രൊഡ്യൂസ് ഹൈഡ്രോണിയം അയോൺ H3O പ്ലസ് ആസ് ദ only positively charged ion in that solution.
ഓക്കെ. അപ്പോൾ അതേ കണക്ക് തന്നെ നമുക്ക് H2SO4 എടുത്താൽ എങ്ങനെയായിരിക്കും? H2SO4. ഓക്കെ. H2SO4 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? H2SO4 ഡിസോൾവ് ചെയ്താൽ ഈ H2SO4 എങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത്? H2SO4 എന്ന് പറഞ്ഞാൽ 2H പ്ലസും പ്ലസ് SO4 2- ഇങ്ങനെ ആയിരിക്കും H2SO4 അയണൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം 2 H പ്ലസ് ഉണ്ട്. സോ 2 വാട്ടർ മോളിക്യൂൾ എടുക്കാം, 2 H3O പ്ലസ് ഫോം ചെയ്യും. ഓക്കെ. 2H3O പ്ലസ് പ്ലസ് SO4 2- ഇങ്ങനെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇതും എന്ത് ചെയ്യും? ഒരു ഹൈഡ്രോണിയം അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത്? ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ആസിഡ്സിനെ ഡിഫറെൻറ്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോഴ്സിൻ്റെ ബേസിസിൽ, സ്ട്രെങ്തിൻ്റെ ബേസിസിൽ, കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ, കോമ്പോസിഷൻ്റെ ബേസിസിൽ, അത് കണക്ക് തന്നെ ബേസിസിറ്റിയുടെ ബേസിസിൽ. ഫസ്റ്റ് നമുക്ക് സോഴ്സിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം, ഡിപ്പെൻഡിങ് ഓൺ സോഴ്സ്. അപ്പോൾ സോഴ്സിൻ്റെ ബേസിസിൽ മെയിനായിട്ടും ആസിഡ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഓർഗാനിക് ആസിഡ്സും അതേ കണക്ക് തന്നെ ഇനോർഗാനിക് ആസിഡ്സും. അപ്പോൾ ഈ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ലിവിങ് തിങ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് ആസിഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ലിവിങ് തിങ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതേ കണക്ക് തന്നെ ആനിമൽസ്, പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നൊക്കെയാണ് എന്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഈ ഓർഗാനിക് ആസിഡ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇനോർഗാനിക് ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നോൺ ലിവിങ് ആയിട്ടുള്ള മിനറൽസിൽ നിന്ന്. ഓക്കെ. മിനറൽസ്, നമുക്ക് മെയിനായിട്ടും മിനറൽസിൽ നിന്നാണ് എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇനോർഗാനിക് ആസിഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ ഓർഗാനിക് ആസിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്പൽസറി ആയിട്ടും എന്ത് പ്രസൻ്റ് ആയിരിക്കും? ഒരു കാർബൺ ആറ്റം ഇതിനകത്ത് കമ്പൽസറിലി പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ എന്തായിരിക്കത്തില്ല? ഇനോർഗാനിക് ആസിഡ്സിൽ എന്താണ്? കാർബൺ ആറ്റം പ്രസൻ്റ് ആയിരിക്കത്തില്ല. ഓക്കെ. ഡു നോട്ട് കണ്ടെയ്ൻ കാർബൺ ആറ്റം. പക്ഷേ ഇതിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഡ് ഉണ്ട്, H2CO3. ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ കണ്ടെയ്നിങ് ആസിഡാണ്. ഇത് ഇനോർഗാനിക് ആണ്. ഇതെന്ന് പറയുന്നത് ഇനോർഗാനിക് ആസിഡ്സിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ആണ്. ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ കാർബൺ കണ്ടെയ്നിങ് ആസിഡ്സ് ആണ്. ഇനോർഗാനിക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബൺ ആറ്റംസ് പ്രസൻ്റ് ആയിട്ടില്ല. ഇനി ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഓർഗാനിക് ആസിഡ്സ് എല്ലാം വീക്ക് ആസിഡ്സ് ആയിരിക്കും. ഓക്കെ. ഓർഗാനിക് ആസിഡ്സ് വീക്ക് ആസിഡ്സ് ആയിരിക്കും. വീക്ക് ആസിഡ്സ് മീൻസ് എന്താണ്? അത് എന്ത് ചെയ്യത്തില്ല? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല? കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യത്തില്ല. ഡു നോട്ട് അയണൈസ് കംപ്ലീറ്റ്ലി. ഡു നോട്ട് അയണൈസ് കംപ്ലീറ്റ് ആയിട്ടും അയണൈസ് ചെയ്യത്തില്ല. ഇനി ഇനോർഗാനിക് ആസിഡ്സ് എങ്ങനെയായിരിക്കും? ഇനോർഗാനിക് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആസിഡ്സ് ആയിരിക്കും. എന്താണ്? സൊല്യൂഷനിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യും. ഓക്കെ. അയണൈസ് കംപ്ലീറ്റ്ലി ഇൻ സൊല്യൂഷൻ. ഓക്കെ. ഇങ്ങനെ ആയിരിക്കും ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ആസിഡ്സ് ആയിട്ട് നമ്മൾ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഓർഗാനിക് ആസിഡ്സിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റിക് ആസിഡ്, CH3COOH, നമ്മുടെ വിനിഗറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡാണ് എന്ത്? അസറ്റിക് ആസിഡ്. ഇതൊരു ഓർഗാനിക് ആസിഡിന് എക്സാമ്പിളാണ്. അതേ കണക്ക് തന്നെ ഇനോർഗാനിക് ആസിഡ്സിന് എക്സാമ്പിളാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4, സൾഫ്യൂരിക് ആസിഡ്, HNO3, നൈട്രിക് ആസിഡ്. ഇതൊക്കെ ഇനോർഗാനിക് ആയിട്ടുള്ള സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിളാണ്. ഇത്രയാണ് സോഴ്സിൻ്റെ ബേസിസിലുള്ള ആസിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് സ്ട്രെങ്തിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം, ഡിപ്പെൻഡിങ് ഓൺ സ്ട്രെങ്തിൻ്റെ ബേസിസിൽ ആസിഡ്സിനെ മെയിനായിട്ടും സ്ട്രോങ് ആസിഡ്സ് എന്നും അതേ കണക്ക് തന്നെ വീക്ക് ആസിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആസിഡ്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആയിട്ടും അയണൈസ് ചെയ്യും. ഓക്കെ. അയണൈസസ് കംപ്ലീറ്റ്ലി in aqueous solution. ഇനി വീക്ക് ആസിഡ്സ് എങ്ങനെയായിരിക്കും? വീക്ക് ആസിഡ്സിന് നമ്മൾ എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പാർഷ്യലായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അയണൈസ് ചെയ്യത്തുള്ളൂ, അല്ലേ? കുറച്ച് മോളിക്യൂൾസ് മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ, കുറച്ച് മാത്രമേ അയോൺസ് ആയിട്ട് മാറത്തുള്ളൂ. ബാക്കി എന്ത് ചെയ്യും? അവിടെ മോളിക്യൂൾസ് ആയിട്ട് തന്നെ നിൽക്കും. സോ ഇവിടെ അയണൈസസ് പാർഷ്യലി in aqueous solution.
ഓക്കെ, അക്വ സൊല്യൂഷനിൽ പാർഷ്യലായിട്ട് മാത്രമേ അയണൈസ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ വീക്ക് ആസിഡ്സിൻ്റെ കേസിൽ എന്താണ്, പാർഷ്യലി മാത്രം അയണൈസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ പ്രസൻ്റ് ആയിരിക്കും ആ സൊല്യൂഷനിൽ? അയോൺസും പ്രസൻ്റ് ആയിരിക്കും, അതേ കണക്ക് തന്നെ എന്തായിരിക്കും, മോളിക്യൂൾസും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ions as well as molecules are present in the solution, സ്ട്രോങ് ആസിഡ്സിൻ്റെ കേസിൽ എന്താണ്, only ions are present in the solution. അയോൺസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സൊല്യൂഷൻസിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ. only ions are present in the solution. ഓക്കെ, ഇനി സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യുന്ന ടൈപ്പ് ആസിഡ്സ് അതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതേ കണക്ക് തന്നെ H2SO4 അല്ലേ, സൾഫ്യൂരിക് ആസിഡ്, HNO3 ഇതൊക്കെയാണ് എന്ത്, ഇനോർഗാനിക് ആയിട്ടുള്ള ആസിഡ്സ്. അവരാണ് സ്ട്രോങ് ആസിഡ്സ് ആയിട്ട് വരുന്നത്. അവർ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യും സൊല്യൂഷൻസിൽ. HCl, H2SO4, HNO3 എന്നൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി വീക്ക് ആസിഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, വീക്ക് ആസിഡ്സിന് എക്സാമ്പിളാണ് അസറ്റിക് ആസിഡ്, CH3COOH, ഒരു ഓർഗാനിക് ആയിട്ടുള്ള ആസിഡാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു വീക്ക് ആസിഡിന് എക്സാമ്പിളാണ്. ഇത്രയുമാണ് സ്ട്രെങ്തിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ഡിപ്പെൻഡിങ് ഓൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ്റെ ബേസിസിലുള്ള ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പം കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ ആസിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കോൺസെൻട്രേറ്റഡ് ആസിഡ് ആൻഡ് ഡൈല്യൂട്ട് ആസിഡ്സ്. അപ്പം ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര എമൗണ്ട് വാട്ടർ ഉണ്ട്, അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ എമൗണ്ടിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. എന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയായിരിക്കും, നോർമലി ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുക. ഓക്കെ, ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ നോ വാട്ടർ, ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ഓർ നോ വാട്ടർ, ഒന്നെങ്കിൽ വാട്ടർ കണ്ടൻറ്റേ ഉണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ലോ എമൗണ്ട് ഓഫ് വാട്ടർ മാത്രം പ്രസൻ്റ് ആയിരിക്കും എന്തിൽ, കോൺസെൻട്രേറ്റഡ് ആസിഡ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡൈല്യൂട്ട് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈല്യൂട്ട് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, മോർ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഡൈല്യൂട്ട് ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന് സ്ട്രെങ്തുമായിട്ട് റിലേഷൻ ഇല്ല. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡിൻ്റെ അയണൈസേഷൻ, അതല്ലേ, കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുമോ പാർഷ്യലായിട്ട് അയണൈസ് ചെയ്യുമോ എന്നുള്ള ബേസിസിലാണ് നമ്മൾ സ്ട്രെങ്ത് പറയുന്നത്, അല്ലേ. സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ മുമ്പേ പറഞ്ഞു സ്ട്രോങ് ആസിഡ് ആണെന്ന് പറഞ്ഞു. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും അതേ കണക്ക് തന്നെ കോൺസെൻട്രേറ്റഡ് അസിറ്റിക് ആസിഡും, CH3COOH അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ആസിഡാണ്, അല്ലേ. അപ്പം അതിൻ്റെ കോൺസെൻട്രേറ്റഡ് അസിറ്റിക് ആസിഡും എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡ്. ഡൈല്യൂട്ട് HCl തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത്. സ്ട്രെങ്തിന് ഡൈല്യൂട്ട് കോൺസെൻട്രേറ്റഡ് ടേമുമായിട്ട് റിലേഷൻ ഇല്ല. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്, വാട്ടർ കണ്ടൻറ്റിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഡൈല്യൂട്ട് HCl തന്നെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് ദാൻ കോൺസെൻട്രേറ്റഡ് അസിറ്റിക് ആസിഡ്. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻസ് വരരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആസിഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ആസിഡ്സ്, അതിൻ്റെ ഡെഫിനിഷൻ, അതേ കണക്ക് തന്നെ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ സോഴ്സിൻ്റെ ബേസിസിലും സ്ട്രെങ്തിൻ്റെ ബേസിസിലും കോൺസെൻട്രേഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ബാക്കിയുള്ള 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്, മോളിക്കുലാർ കോമ്പോസിഷൻ്റെ ബേസിസിലും അതേ കണക്ക് തന്നെ ബേസിസിറ്റിയുടെ ബേസിസിലും. ഈ 2 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേകണക്ക് തന്നെ കൂടുതൽ ICSE റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്